വീട്ടിലെ ഫ്യൂസ് കേടായപ്പോഴത്തേക്ക് കെട്ടാൻ വന്ന ചേട്ടൻ പറഞ്ഞു പുതിയ ഫ്യൂസ് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഫ്യൂസും കൊണ്ട് വന്ന പെട്ടി ഞാനങ്ങ് അടിച്ചു മാറ്റി. ഈ പെട്ടിയും വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാൻ അതിൻ്റെ വക്കിലെ ആ 3 പീസ് കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിക്കളയാണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേറൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിൽ നിന്ന് കൊറുഗേറ്റഡ് ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. പേര് കേട്ടിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ മാർക്കറ്റിലെ കൊറുഗേറ്റഡ് ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. സിമ്പിളാണത്. ജസ്റ്റ് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ചെറിയ പീസ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ആ കാർഡ്ബോർഡ് പീസ് 2ആയിട്ടും മുറിക്കുകയാണ്. എന്നിട്ട് നമ്മളിതുപോലെ ഇളക്കാൻ പറ്റുന്നൊരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ കൊറുഗേറ്റഡ് ഷീറ്റ്സ് ഉണ്ടാക്കുന്ന രീതി. ഇനി ആ ഷീറ്റിന് നമ്മളിതുപോലെ ആ നേരത്തെ കാർഡ്ബോർഡ് ബോക്സിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ പെൻ സ്റ്റാൻഡിന് കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഞാനൊരു പൂവ് മറ്റേ കൊറുഗേറ്റഡ് ഷീറ്റിൽ നിന്ന് ഇളക്കി എടുത്ത ആ പേപ്പർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുവാണ്. അങ്ങനെ നമ്മൾ പൂവ് ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ പൂവ് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ആ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് വെച്ച പോലെ വെച്ചപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ തിരിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഏതാ ഭംഗി എന്നുള്ളത്. കളറ് വേണമെന്നുള്ളവർക്ക് കളറൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ പെയിൻ്റൊന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ടൊരു പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ ഇതുപോലെ കളറൊന്നും ഇല്ലാതെ നമുക്ക് അതിൻ്റെ തന്നെ നാച്ചുറൽ കളറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ പെൻസിൽ സ്റ്റാൻഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.